വെൽകെയർ ഫാർമസിയും അല്ലവിയ മെഡിക്കൽ സെന്ററും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, മരുന്നുകൾ, ക്ഷേമ ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റുന്നതിനായി ഒരു കുടക്കീഴിൽ 2 മൊബൈൽ ആപ്ലിക്കേഷനുകൾ ആരംഭിച്ചു. ആപ്പുകൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യന്ത്രവൽകൃത റഫറൻസ് ലബോറട്ടറി മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ്, അരിയെടുത്തപാലം, കോഴിക്കോട്. നമസ്കാരം, ഈ യുഗം ന്യൂസിലേക്ക് സ്വാഗതം. ഖത്തറിൽ കോവിഡ് വാക്സിൻ നൽകി തുടങ്ങി. തിരഞ്ഞെടുക്കപ്പെട്ട 7 കേന്ദ്രങ്ങളിലാണ് ഫൈസർ ബയോടെക് വാക്സിൻ ആദ്യ ഡോസുകൾ നൽകി തുടങ്ങിയത്. ഖത്തർ സർവകലാശാലയുടെ മുൻ ഡയറക്ടറായ ഡോക്ടർ അബ്ദുള്ള അൽ ഖുബൈസിയാണ് ഖത്തറിൽ ആദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ചത്. വരും ആഴ്ചകളിൽ ഖത്തറിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകാനുള്ള സമഗ്രവും ഫലപ്രദവുമായ ദേശീയ ക്യാമ്പയിന്റെ തുടക്കമാണിത്. പ്രതിരോധ കുത്തിവയ്പ് സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിലെ പകർച്ചവ്യാധി പ്രതിരോധ വിഭാഗത്തിന്റെ തലവനും COVID-19 ദേശീയ ആരോഗ്യ തന്ത്ര ഗ്രൂപ്പിന്റെ ചെയർമാനുമായ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽ ഖാൽ പറഞ്ഞു. ഇന്നു മുതൽ ജനുവരി 31 വരെയുള്ള ആദ്യഘട്ടത്തിൽ 70 വയസ്സിന് മേൽ പ്രായമുള്ളവർ, ക്രോണിക് രോഗമുള്ളവർ, മുൻനിര ആരോഗ്യ പ്രവർത്തകർ, വിവിധ മന്ത്രാലയങ്ങളിലെ മുൻനിര പ്രവർത്തകർ എന്നിവർക്കാണ് വാക്സിൻ നൽകുക. മന്ത്രാലയത്തിൽ നിന്നുള്ള വിളിയോ മെസ്സേജോ ലഭിക്കുന്നവർ മാത്രമാണ് വാക്സിനേഷനായി നിശ്ചയിക്കപ്പെട്ട ഹെൽത്ത് സെന്ററുകളിൽ എത്തേണ്ടത്. ഖത്തറിൽ ഇന്ന് 140 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. 114 പേർ സമ്പർക്കബാധിതരും 26 പേർ വിദേശത്ത് നിന്നും വന്നവരുമാണ്. 135 പേർക്ക് രോഗമുക്തി ലഭിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പൊതുസ്ഥലത്ത് മാസ്ക് ധരിക്കാത്തതിന് 72 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ഇടത്താവളം വഴി കുവൈത്തിലേക്ക് മടങ്ങാനിരുന്ന യാത്രക്കാരെ തിരിച്ചെത്തിക്കാൻ കുവൈത്ത് വിമാനത്താവളം താൽക്കാലികമായി തുറക്കാൻ ശ്രമം. കുവൈത്തികൾക്കും അവരുടെ ഗാർഹിക തൊഴിലാളികൾക്കും ആരോഗ്യ മന്ത്രാലയ ജീവനക്കാർക്കും ബന്ധുക്കൾക്കും മാത്രമാണ് പ്രത്യേക വിമാനത്തിൽ യാത്ര അനുവദിക്കുക. UAE, തുർക്കി തുടങ്ങി ഇടത്താവളങ്ങളിൽ ക്വാറന്റൈനിലുള്ള പ്രവാസികളുടെ യാത്ര സംബന്ധിച്ച അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. വിമാന സർവീസ് നിർത്തിവെച്ചത് മൂലം UAE-യിൽ കുടുങ്ങിയ കുവൈത്ത് പ്രവാസികൾക്കായി GKPA ഉൾപ്പെടെയുള്ള പ്രവാസി സംഘടനകൾ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. കോവിഡ് വാക്സിന്റെ ആദ്യ ബാച്ച് കുവൈത്തിൽ എത്തി. 1,50,000 ഫൈസർ ബയോടെക് വാക്സിൻ പ്രതിരോധ ഡോസുകളാണ് ആദ്യ ബാച്ചിൽ എത്തിച്ചത്. ബെൽജിയത്തിൽ നിന്നുള്ള എമിറേറ്റ്സ് എയർലൈൻസിൽ ആണ് ഇന്ന് പുലർച്ചെ വാക്സിൻ രാജ്യത്ത് എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ 75,000 പേർക്ക് പ്രയോജനപ്പെടുന്ന വാക്സിനേഷൻ പ്രക്രിയ ഈ ആഴ്ച അവസാനം ആരംഭിക്കും. കുവൈത്തിൽ എത്തിയ വാക്സിൻ ഷിപ്പിംഗ് മുഷരിഫ് ഫെയർ ഗ്രൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ആരോഗ്യ പ്രവർത്തകരടക്കം പ്രത്യേക വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക. ആരോഗ്യ മന്ത്രാലയം വാക്സിൻ അടിയന്തരമായി ഉപയോഗിക്കാൻ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. പ്രീ രജിസ്ട്രേഷൻ വെബ്സൈറ്റിൽ വാക്സിൻ സ്വീകരിക്കാൻ തയ്യാറായവരുടെ എണ്ണം 73,700 ആയിട്ടുണ്ട്. ഇനിയും കൂടുതൽ വാക്സിൻ ഡോസുകൾ രാജ്യത്തേക്ക് എത്തിക്കുമെന്നും എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രാജ്യത്തുള്ള പ്രവാസികൾ ഉൾപ്പെടെ എല്ലാവർക്കും യാതൊരു ഫീസും ഈടാക്കാതെ വാക്സിൻ വിതരണം ചെയ്യുമെന്ന് നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നു. ജനുവരി 2-ന് സംസ്ഥാനത്ത് രാത്രി കർഫ്യൂ ഏർപ്പെടുത്താൻ കർണാടക സർക്കാർ തീരുമാനിച്ചതായി സംസ്ഥാന മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ ബുധനാഴ്ച അറിയിച്ചു. കൊറോണ വൈറസിന്റെ പുതിയ ആശങ്കകൾക്കിടയിൽ ഇത്തരം നടപടികൾ നടപ്പിലാക്കിയ മഹാരാഷ്ട്രയ്ക്ക് ശേഷമുള്ള 2ാമത്തെ സംസ്ഥാനമാണിത്. UK-യിൽ കാണപ്പെടുന്ന കൊറോണ വൈറസ് സമ്മർദ്ദം തടയുന്നതിനും അടങ്ങിയിരിക്കുന്നതിനുമാണ് രാത്രി കർഫ്യൂ നടത്തിയത്. സംസ്ഥാനത്തെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി ഡോക്ടർ K. സുധാകർ പറഞ്ഞു. ഇത് മുഴുവൻ സംസ്ഥാനത്തും ബാധകമാകും. പുതിയ COVID-19 ബുദ്ധിമുട്ട് തടയുന്നതിനും ഉൾക്കൊള്ളുന്നതിനും എല്ലാ പൊതുജനങ്ങളും സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രി K. സുധാകർ COVID-19-നുള്ള സംസ്ഥാന സാങ്കേതിക ഉപദേശക സമിതി അംഗങ്ങൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ജനുവരി 2 വരെ രാത്രി 10 മുതൽ രാവിലെ 6 വരെ കർഫ്യൂ ഏർപ്പെടുത്തും. UK-യിൽ നിന്ന് സംസ്ഥാനത്ത് എത്തുന്നവർക്ക് നിർബന്ധിത ഹോം ക്വാറന്റൈൻ നടപ്പാക്കുന്നതിന് ഒഡീഷ സർക്കാർ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ചേർന്നു. ഹോം ക്വാറന്റൈൻ കാലയളവിൽ ആരെങ്കിലും രോഗലക്ഷണമുള്ളവരായി കണ്ടെത്തിയാൽ RT-PCR പരിശോധന നടത്തുമെന്നും പോസിറ്റീവ് ആണെന്ന് സ്ഥിരീകരിച്ചാൽ പ്രോട്ടോകോൾ അനുസരിച്ച് ചികിത്സ ഉപദേശിക്കുകയും ചെയ്യുമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ അഡീഷണൽ ചീഫ് സെക്രട്ടറി PK മോഹൻ പത്ര പറഞ്ഞു.
നിരവധി സംസ്ഥാനങ്ങൾ UK-യിൽ നിന്ന് എത്തുന്ന യാത്രക്കാർക്ക് വേണ്ടി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയും UK-യും തമ്മിലുള്ള എല്ലാ വിമാന സർവീസുകളും 2020 ഡിസംബർ 31 വരെ ഇന്ത്യ നിർത്തിവെച്ചതായി ഇന്നലെ തന്നെ അധികൃതർ പ്രസ്താവിച്ചിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി ലോക്സഭാംഗത്വം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ് അറിയിച്ചു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുഴുസമയ പ്രവർത്തനം നടത്തുന്നതിനാണിത്. ഇന്ന് ചേർന്ന മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതിയിലാണ് ഈ തീരുമാനം. നിലവിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലം പ്രതിനിധിയാണ് കുഞ്ഞാലിക്കുട്ടി. രാജിവെക്കുന്നതോടെ ഇവിടെ ഉപതിരഞ്ഞെടുപ്പ് ആവശ്യമായി വരും. നിയമസഭാ തിരഞ്ഞെടുപ്പിനൊപ്പം ഉപതിരഞ്ഞെടുപ്പ് നടത്തുന്ന രീതിയിലാണ് രാജി ഉണ്ടാകുക. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചുമതല ലീഗ് കുഞ്ഞാലിക്കുട്ടിക്കും പ്രതിപക്ഷ ഉപനേതാവ് MK മുനീറിനും നൽകി. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് കുഞ്ഞാലിക്കുട്ടി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുക. ഇതോടെ ഈ യുഗം ന്യൂസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. Oriental Bakery and Restaurant, Old Airport Road, Makkah Kadim, Doha, Qatar. For bookings, please contact 4465-2311 or 4465-2383. Home delivery through Tolabat. Azim Technologies will help you to design and develop your website with customized email packages at affordable prices. Azim Technologies. Think innovative. Grandma, bye. നല്ല ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്നു നല്ല ശീലങ്ങൾ. Wafia Dates, the new breakfast culture. Green Mountain Real Estate and Investment. In the land of Qatar, Green Mountain Real Estate and Investments have been proudly succeeding in its business with a rapid growth since 2014. Our business has been widely spread over Qatar. Besides real estate, trading, contracting, car rental, limousine, restaurant, retail businesses, products manufacturing, mobiles and accessories. Our investments include leasing residential and commercial spaces which consists of flats, villas, warehouses, kiosks, lands, shops, labor camps and offices. By facilitating with best services, we have acquired more than thousands of satisfied customers. We can assure you that our company has the best and experienced staffs in all divisions which include cleaning, management, security and maintenance. നമ്മളിവിടെ ഉച്ചയ്ക്കുണ്ണുന്ന ഓരോ ഉരുളയ്ക്കും അമ്മയുടെ കൈപുണ്യത്തിന്റെ ഓർമ്മകളുണ്ടാകും. ആ ഓർമ്മകൾക്കൊപ്പം വീട്ടിലെ രുചി കൂടിയായാലോ. ഇന്ത്യൻ കോഫി ഹൗസ്, ദോഹയിൽ ജൈദ ഫ്ലൈ ഓവറിന് സമീപം. Call 4444-0902. Indian Coffee House. രുചികളുടെ കലവറ, ടോപ്പ് സ്റ്റാർ റെസ്റ്റോറന്റ്, മുകളിന, ദോഹ. ബാർബിക്യൂ ഈസ് അവർ സ്പെഷ്യാലിറ്റി. ടേസ്റ്റ് ദ ബെസ്റ്റ്. ഫോർ ഓർഡേഴ്സ് പ്ലീസ് കോൾ. വി ആർ റെഡി ടു സെർവ് യു. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യന്ത്രവൽകൃത റഫറൻസ് ലബോറട്ടറി മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ്, അരിയെടുത്ത പാലം, കോഴിക്കോട്.